റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ ഭാരവാഹികൾക്കും സംഘടനയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായാണ് റാസൽ ഖൈമയിലെ ഒരു വിഭാഗം പ്രവാസികൾ രംഗത്തു വന്നത്. വെള്ളിയാഴ്ച അസോസിയേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ കൃത്രിമം നടത്തി വിജയമുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നിലവിലെ ഭാരവാഹികൾ നടത്തുന്നതെന്നും റാസൽ ഖൈമയിലെ വിവിധ സംഘടനകളുടെ കൂട്ടായ്മയായ ഇന്ത്യൻ ഓപ്പൺ ഫോറം പ്രതിനിധികൾ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 750 അംഗങ്ങളുടെ പേരുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ഇതിനകം പുറത്തിറക്കിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അസോസിയേഷൻ അംഗങ്ങൾ അറിയാതെ ധാരാളം പുതിയ ആളുകളെ ചേർത്ത് വോട്ട് ബാങ്ക് സൃഷ്ടിച്ചിരിക്കുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ 285 പേരുടെ വിലാസമോ ടെലിഫോൺ നമ്പറോ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നത് ഇതിന് തെളിവാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവർ സ്ഥാനാർത്ഥികളായി മത്സരരംഗത്തുണ്ടെന്നതാണ് ഏറെ കൗതുകകരം. അസോസിയേഷൻ കെട്ടിടത്തിന്റെ നവീകരണത്തിനായി 1.5 ദശലക്ഷം ദിർഹം ചെലവഴിക്കുന്നുവെന്നാണ് പ്രസിഡന്റ് മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതെയും നഗരസഭയിൽ വ്യാജ അപേക്ഷ നൽകിയും 1ാം നില പണി കഴിപ്പിച്ചു. നഗരസഭയുടെ അനുമതി പത്രമില്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്ന് പലതവണ അധികൃതർ പണി നിർത്തിവെപ്പിച്ചു. സർക്കാർ ഭൂമി അനുമതി കൂടാതെ കയ്യേറി സ്റ്റേജിന്റെ വിപുലീകരണത്തിനായി ഉപയോഗിച്ചു. പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും ചേർന്ന് നടത്തുന്ന പ്രവൃത്തിയിൽ ലക്ഷങ്ങളുടെ വെട്ടിപ്പ് നടന്നതായും ഇവർ ആരോപിച്ചു. ഒരു വർഷം ഏകദേശം 25 ലക്ഷം ദിർഹം ലാഭമുള്ള ഇന്ത്യൻ സ്കൂളിന്റെ അവസ്ഥ പരിതാപകരമാണ്. 2700ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ആവശ്യത്തിന് ടോയ്ലറ്റും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല. 2000 കുട്ടികൾക്ക് മാത്രം പഠിക്കാൻ സൗകര്യമുള്ള സ്കൂൾ വികസിപ്പിക്കാൻ ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് ശ്രമങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. 2 മാസത്തിലൊരിക്കൽ ഗവേണിംഗ് ബോർഡ് ചേർന്ന് എല്ലാ തീരുമാനങ്ങളും രേഖപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ ഇത് പാലിക്കാറില്ല. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, വിശാലമായ മറ്റൊരു സ്ഥലം കണ്ടെത്തി ആധുനിക സൗകര്യങ്ങളോടെ പുതിയ സമുച്ചയമുണ്ടാക്കുക, ഉന്നത നിലവാരമുള്ള അധ്യാപകരെ നിയമിക്കുക, എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഓപ്പൺ ഫോറത്തിന്റെ ആവശ്യം. ഇതിനായി നിലവിലെ മാനേജ്മെന്റ് മാറണമെന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഫോറം പ്രതിനിധികൾ പറഞ്ഞു. മീഡിയ 1 ദുബായ്.